Let us continue the class. Next phylum is phylum Arthropoda. So what are the peculiarities of phylum Arthropoda? Largest phylum. ഇത് largest phylum ആണ്. Include insect. ഈ phylumത്തിലുള്ളത് insects ആണ്. Over 2/3 of all named species on earth are arthropods. ഈ ഭൂമിയിലുള്ള 2/3 സ്പീഷീസ് ഉൾപ്പെടുന്നത് ആർത്രോപോഡയിലാണ്. എക്സാമ്പിൾസ് ഓഫ് ആർത്രോപോഡ. ഏതൊക്കെ മെമ്പേഴ്സ് ആണ് ആർത്രോപോഡയിൽ വരുന്നുള്ളത്? സം എക്സാമ്പിൾസ് ആർ ഗിവൺ ഹിയർ. ലോക്കസ്റ്റ്, ബട്ടർഫ്ലൈ, സ്കോർപിയോൺ, പ്രോൺ എക്സെട്ര. ഈ മെമ്പേഴ്സ് ഒക്കെ ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ് ഫൈലം ആർത്രോപോഡ. ഒറിജിൻ ഓഫ് നെയിം. എങ്ങനെയാണ് ഫൈലം ആർത്രോപോഡ എന്നുള്ള പേര് വന്നത്? ദേ ഹാവ് ജോയിന്റഡ് അപ്പൻഡേജസ്. ഇതിൽ ഉൾപ്പെടുന്ന ഓർഗാനിസംസിന്റെ അപ്പൻഡേജസ് ജോയിന്റഡ് ആണ്. ആർത്രോസ് മീൻസ് ജോയിന്റ്, പോഡ മീൻസ് അപ്പൻഡേജസ്. സോ ദേ ഗോട്ട് ദ നെയിം ആർത്രോപോഡ. ജോയിന്റഡ് അപ്പൻഡേജസ് ഉള്ള ഓർഗാനിസംസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഫൈലം ആയതുകൊണ്ടാണ് ഫൈലം ആർത്രോപോഡ എന്ന പേര് വന്നത്. ആൻഡ് വാട്ട് ആർ ഇറ്റ്സ് ബേസിക് ക്യാരക്ടേഴ്സ്? ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ്, സീലോമേറ്റ് ആണ്, ഓർഗൻ സിസ്റ്റം ലെവൽ, സെഗ്മെന്റഡ് ഓർഗാനിസംസ് ആണ്. പ്രോണ് ഒബ്സർവ് ചെയ്താൽ അതിൽ സെഗ്മെന്റ്സ് ഈസിയായി കാണാൻ പറ്റും ഇല്ലേ? ആൻഡ് ഡിസ്റ്റിങ്ക്ട് ഫീച്ചർ ആണ് മാൽഫീജിയൻ ട്യൂബ്യൂൾ. ഇറ്റ് ഹെൽപ്സ് ഇൻ എക്സ്ക്രീഷൻ. എക്സ്ക്രീഷനെ സഹായിക്കുന്ന ഒരു ഓർഗൻ ആണ് മാൽഫീജിയൻ ട്യൂബ്യൂൾ. ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് ദ ഡിസ്റ്റിങ്ക്ട് ക്യാരക്ടർ ഓഫ് ഫൈലം ആർത്രോപോഡ. ആൻഡ് വിച്ച് ആർ ദ അതർ ഫീച്ചേഴ്സ്? ബോഡി ഈസ് കവേർഡ് ബൈ കൈറ്റിനസ് എക്സോസ്കെലട്ടൺ. ആർത്രോപോഡയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന മെമ്പേഴ്സിന് എക്സോസ്കെലട്ടൺ ആണ്. ദാറ്റ് ഈസ് ബോഡിക്ക് പുറത്താണ് സ്കെലട്ടൺ വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കൈറ്റിൻ. And their body is divided into 3 parts: head, thorax and abdomen. Body 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹെഡ്, thorax and abdomen. റെസ്പിറേറ്ററി ഓർഗൻസ് ഏതൊക്കെയാണ്? ഗിൽസ്, ബുക്ക് ലങ്സ്, ട്രക്കിയൽ സിസ്റ്റം എക്സെട്ര. ഇതൊക്കെയാണ് റെസ്പിറേഷന് സഹായിക്കുന്ന ഓർഗൻസ്. ബുക്കിന്റെ പേജസ് പോലെ തോന്നിക്കുന്നതുകൊണ്ടാണ് ബുക്ക് ഗിൽസ്, ബുക്ക് ലങ്സ് എന്നൊക്കെ പേര് വന്നത്. ആൻഡ് നെക്സ്റ്റ് ഫീച്ചർ ഈസ് സർക്കുലേറ്ററി സിസ്റ്റം. ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം ആണ്. ദാറ്റ് ഈസ് ബ്ലഡ് ഡയറക്റ്റ് ആയി മൂവ് ചെയ്യുന്നത് ബോഡി സർഫസിലേക്കാണ്. സെൻസറി ഓർഗൻസ് ആർ ആന്റന, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഐസ് ആൻഡ് സ്റ്റാറ്റോസിസ്റ്റ് ഓർ ബാലൻസിങ് ഓർഗൻ. പ്രോണിലൊക്കെ ആന്റന ക്ലിയർ ആയിട്ട് കാണാം അല്ലെ? ആൻഡ് ദേ ഹാവ് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഐസ് ആൻഡ് വൺ ഓർഗൻ കോൾഡ് സ്റ്റാറ്റോസിസ്റ്റ്. ബാലൻസിങ് ഓർഗൻ ആണ്. ഇതൊക്കെയാണ് സെൻസറി ഓർഗൻസ്. And most of the members are dioecious. That means male and female is there. Internal fertilization ആണ്. And oviparous ആണ്. Oviparous means മുട്ട ഇടുന്ന ജീവികളാണ് oviparous. Development is direct or indirect. Observe this illustration. You can see antenna, jointed appendages, segmented body and exoskeleton. And their body is divided into head, thorax and abdomen. ഒരുപാട് എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയ ഇൻസെക്ട് ഫൈലം ആർത്രോപോഡയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ദേ ആർ അപ്പിസ് ഓർ കോമൺ നെയിം ഹണി ബി, ബോംബിക്സ് ഓർ സിൽക്ക് വോം, ലാക്സിഫർ ഓർ ലാക്ക് ഇൻസെക്ട്. എന്താണ് ഈ ഓർഗാനിസംസിൻ്റെ ഒക്കെ എക്കണോമിക് ഇമ്പോർട്ടൻസ്? ഹണി ബി ഈസ് യൂസ്ഡ് ഫോർ എക്സ്ട്രാക്ടിങ് ഹണി ആൻഡ് വാക്സ്. ഹണി എടുക്കാനും വാക്സ് എടുക്കാനും വേണ്ടി ഹണി ബീസിനെ ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് ബോംബിക്സ് സിൽക്ക് വോം ഈസ് യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് സിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സിൽക്ക് വേമിനെയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ലാക്സിഫർ ഓർ ലാക്ക് ഇൻസെക്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലാക്ക് വുഡ് ഫിനിഷായി ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ വൂൾ ആൻഡ് സിൽക്കിനുള്ള ഡൈ ആയും ഉപയോഗിക്കുന്നുണ്ട്. സോ ദീസ് ആർ ദ എക്കണോമിക് ഇമ്പോർട്ടൻസ്. വേറെ എന്തൊക്കെയാണ് എക്കണോമിക് ഇമ്പോർട്ടൻസ്? പ്രോണിന്റെ കാര്യം അറിയാം. നമ്മൾ ഫുഡായി ഉപയോഗിക്കുന്നുണ്ട്, എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ആൻഡ് മെനി വെക്ടേഴ്സ് ആർ ഇൻക്ലൂഡ് ഇൻ ദിസ് ഗ്രൂപ്പ്. വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്ന ഏജൻസ് ആണ് വെക്ടേഴ്സ്. ഫോർ എക്സാമ്പിൾ അനോഫിലസ്, ക്യൂലെക്സ്, എയ്ഡിസ് ഇതൊക്കെ എന്താണ്? മോസ്കിറ്റോസ് ആണ്. ഈ മോസ്കിറ്റോസ് ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്ന ഏജൻസ് ആണ്. അനോഫിലസ് ഈസ് ദ വെക്ടർ ഓഫ് മലേറിയ, ക്യൂലെക്സ് ഈസ് ദ വെക്ടർ ഓഫ് ഫൈലേറിയൽ വർം ആൻഡ് എയ്ഡിസ് ഈസ് ദ വെക്ടർ ഓഫ് ഡെങ്കി വൈറസ്. സോ ഓൾ ദീസ് വെക്ടേഴ്സ് ആർ ഇൻക്ലൂഡ് ഇൻ ഫൈലം ആർത്രോപോഡ. ഗ്രിഗാരിയസ് പെസ്റ്റ്, ലോക്കസ്റ്റ ഓർ ലോക്കസ്റ്റ്. ഏതാണ് ഈ ഓർഗാനിസം? വെട്ടുകിളിന്ന് കേട്ടിട്ടില്ലേ? സോ ദാറ്റ് ഈസ് ഇറ്റ്, ലോക്കസ്റ്റ ഓർ ലോക്കസ്റ്റ്. അതൊരു പെസ്റ്റ് ആണ് അല്ലെ? ക്രോപ്പിനെ നശിപ്പിക്കുന്ന ഓർഗാനിസം ആണ് ലോക്കസ്റ്റ്. ആൻഡ് നെക്സ്റ്റ് ലിവിംഗ് ഫോസിൽ, ലിമുലസ് ഓർ കിങ് ക്രാബ്. ഡെഡ് ഓർഗാനിസംസിന്റെ അവശിഷ്ടങ്ങളെയാണ് ഫോസിൽ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ലിവിംഗ് ഫോസിൽ എന്ന് പറഞ്ഞാൽ എന്താണ്?
ദാറ്റ് ഈസ് ഒരുപാട് കാലം ഒരു ചേഞ്ചസും കൂടാതെ സർവൈവ് ചെയ്ത ഓർഗാനിസം ആണ് ലിവിങ് ഫോസിൽ. ഇതിന്റെ കൂടെയുള്ള മെമ്പേഴ്സ് ഒക്കെ എക്സ്റ്റിങ്ക്റ്റ് ആയി, പക്ഷെ ഈ ഒരു ഓർഗാനിസം ഇപ്പോഴും സർവൈവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ലിവിങ് ഫോസിൽ എന്ന് പറയുന്നത്. Next phylum is phylum Mollusca. Second largest animal phylum ആണ് Mollusca. Largest phylum Arthropoda ആണ്. Second largest phylum is Mollusca. ഇനി ഇതിൽ ഉൾപ്പെടുന്ന ഓർഗാനിസംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. They are, you can see here, ഒരുപാട് എക്സാമ്പിൾസിന്റെ പേരുണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പൈല ഓർ ആപ്പിൾ സ്നെയിൽ, പിങ്ടാഡ ഓർ പേൾ ഓയിസ്റ്റർ, octopus or devil fish, sepia or cuttlefish. All these are examples. ഇത് കൂടാതെ ലോലിഗോ or squid, aplysia or sea hare, dentalium or tusk shell, Chaetoplura or chiton. ഇതൊക്കെയാണ് എക്സാമ്പിൾസ്. ഇതിൽ നിങ്ങൾക്ക് പരിചയമുള്ള കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ഇത് രണ്ടും നിങ്ങൾക്ക് അറിയുന്ന എക്സാമ്പിളാണ്. ഫസ്റ്റ് വൺ പൈല ഓർ പൈല ഗ്ലോബോസ ആൻഡ് സെക്കൻഡ് വൺ ഓക്ടോപ്പസ്. ബേസിക് ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്? ബയലാട്രലി സിമെട്രിക്കൽ, ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് ആണ്, സീലോമേറ്റ്, ഓർഗൻ സിസ്റ്റം ലെവലാണ്, അൺസെഗ്മെന്റഡ് ആണ്. ഇത് നോട്ട് ചെയ്യണം, കാരണം ആർത്രോപോഡ സെഗ്മെന്റഡ് ആണ്, മൊളസ്ക അൺസെഗ്മെന്റഡ് ആണ്. ഇത് എപ്പോഴും കമ്പയർ ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി ഈ ഫൈലത്തിലുള്ള ഓർഗാനിസംസിൽ കാണുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ ആണ് റാഡുല. ദ മൗത്ത് കണ്ടെയ്ൻസ് എ ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ കോൾഡ് റാഡുല വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ഫീഡിംഗ്. മൗത്തിന്റെ അകത്ത് കാണുന്ന ഒരു റാസ്പിംഗ് ഓർ സ്ക്രേപ്പിംഗ് ഓർഗൻ ആണ് റാഡുല. ഈ ഓർഗന്റെ മേലെ സർഫസിലായി ടീത്ത് കാണാം. സോ ഫുഡ് കളക്ട് ചെയ്യാനും കട്ട് ചെയ്യാനും വേണ്ടി ഈ ഓർഗൻ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് വിച്ച് ആർ ദ അതർ ഫീച്ചേഴ്സ്? ദേ ആർ ടെറസ്ട്രിയൽ ഓർ aquatic organisms and their body is covered by calcareous shell. Calcareous എന്ന് പറഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റ് കൊണ്ട് ഫോം ചെയ്ത ഷെൽ. ആൻഡ് ഇറ്റ്സ് ബോഡി ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 parts. ഏതൊക്കെയാണ്? ഹെഡ്, മസ്കുലാർ ഫൂട്ട് ആൻഡ് വിസറൽ ഹംപ്. ഹെഡിനെ കൂടാതെ കാണുന്ന 2 ബോഡി പാർട്സ് ആണ് മസ്കുലാർ ഫൂട്ടും അതേപോലെ ഇതിന്റെ ബോഡിക്ക് മേലെ കാണുന്ന ഒരു ഹംപും. ആൻഡ് നെക്സ്റ്റ് ഫീച്ചർ ഈസ് സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ലെയർ ഓഫ് സ്കിൻ ഫോംസ് എ മാൻഡിൽ ഓവർ വിസറൽ ഹംപ്. വിസറൽ ഹംപിന് മേലെ സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ലെയർ ഓഫ് സ്കിൻ കാണാം. അതിനെ മാൻഡിൽ എന്നാണ് പറയാ. ആൻഡ് നെക്സ്റ്റ്, സ്പേസ് ബിറ്റ്വീൻ ദ ഹംപ് ആൻഡ് മാൻഡിൽ ഈസ് മാൻഡിൽ കാവിറ്റി. ഈ ഹംപിനും മാൻഡിലിനും ഇടയിലുള്ള സ്പേസിനെയാണ് മാൻഡിൽ കാവിറ്റി എന്ന് പറയാം. ഇൻസൈഡ് ദിസ് മാൻഡിൽ കാവിറ്റി വി ക്യാൻ സീ ഗിൽസ്. ദാറ്റ് ഈസ് feather-like gills are present in mantle cavity. They have respiratory and excretory functions. Gills in the functions respiration and excretion ആണ്. Next feature, anterior head region has sensory tentacles. Head region tentacles കാണാം. Dioecious organisms ആണ്. Oviparous ആണ്. Oviparous എന്ന് പറഞ്ഞാൽ മുട്ടയിടുന്ന ഓർഗാനിസംസ് ആണ്. ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റ് ആണ്. ലാർവൽ സ്റ്റേജ് ഇൻക്ലൂഡ് ചെയ്ത ഡെവലപ്മെന്റ്. നെക്സ്റ്റ് ഫൈലം എക്കിനോഡെർമാറ്റ. ആൻഡ് ഇത് ഏത് ഓർഗാനിസം ഇൻക്ലൂഡ് ചെയ്യുന്ന ഫൈലാണ്? ഇതിൽ കോമൺ ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് സ്റ്റാർ ഫിഷ്, അസ്റ്റീരിയാസ്, സ്റ്റാർ ഫിഷ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഫൈലാണ്. അതർ എക്സാമ്പിൾസ് ആർ എക്കിനസ്, ആന്റോഡൺ, കുക്കുമാരിയ, ഒഫ്യൂറ. 2 എക്സാമ്പിൾസിന്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റിൽ. ഫസ്റ്റ് വൺ സ്റ്റാർ ഫിഷ് ആൻഡ് സെക്കൻഡ് വൺ ആണ് ഒഫ്യൂറ അല്ലെങ്കിൽ ബ്രിട്ടിൽ സ്റ്റാർ. ഒറിജിൻ ഓഫ് നെയിം. എങ്ങനെയാണ് ഫൈലം എക്കിനോഡെർമാറ്റ എന്ന് പേര് വന്നത്? ദേ ഹാവ് എൻ എൻഡോസ്കെലട്ടൺ ഓഫ് കാൽക്കാരിയസ് ഓസിക്കിൾ, ഹെൻസ് ദ നെയിം എക്കിനോഡെർമാറ്റ. എക്കിനോഡെർമാറ്റ എന്ന് പറഞ്ഞാൽ സ്പൈനി ബോഡി. ഈ ഓർഗാനിസംസിന്റെ പുറത്താണ് സ്കെലട്ടൺ, ദാറ്റ് ഈസ് എൻഡോസ്കെലട്ടൺ. കാൽക്കാരിയസ് ഓസിക്കിൾസിനെ കൊണ്ടാണ് സ്കെലട്ടൺ ഫോം ചെയ്തിട്ടുള്ളത്. കാൽക്കാരിയസ് മീൻസ് കാൽഷ്യം കാർബണേറ്റ്, ഓസിക്കിൾ മീൻസ് സ്മോൾ ബോൺസ്, ഹെൻസ് ദ നെയിം സ്പൈനി ബോഡിഡ് ഓർ എക്കിനോഡെർമാറ്റ. ഇനി ഈ ഫൈലത്തിൽ ഓർത്ത് വെക്കേണ്ടതാണ് സിമെട്രി. ദാറ്റ് ഈസ് അഡൽട്ട് റേഡിയലി സിമെട്രിക്കൽ ആണ്, ലാർവ ബൈലാട്രലി സിമെട്രിക്കൽ ആണ്. സോ നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ് ആണ് ഈ സിമെട്രിയിലുള്ള ഡിഫറൻസ്.
and other features are they are triploblastic organisms, they have a coelom and they have organ system level of organization. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ഫീച്ചർ ആണ് ഡൈജസ്റ്റീവ് സിസ്റ്റം. കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. മൗത്ത് ആൻഡ് ആനസ് പ്രസന്റ് ആണ്. പക്ഷേ മൗത്ത് ഓൺ ലോവർ ഓർ വെൻട്രൽ സൈഡ് ആൻഡ് ആനസ് ഓൺ അപ്പർ ഓർ ഡോർസൽ സൈഡ്. മൗത്ത് കാണുന്നത് ലോവർ സൈഡിലും ആനസ് കാണുന്നത് അപ്പർ സൈഡിലും ആണ്. സോ ഇതിൻ്റെ ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് ഓർത്ത് വെക്കേണ്ട ഫീച്ചർ. ഫൈലം പോറിഫെറ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു they have water canal or transport system, but in phylum Echinodermata they have water vascular system. എന്താണ് ഇതിൻ്റെ ഫങ്ഷൻ? ലോക്കോമോഷന് സഹായിക്കുന്നു. ക്യാപ്ചർ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് ക്യാപ്ചർ ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും സഹായിക്കുന്നു. റെസ്പിറേഷനും സഹായിക്കുന്നു. സോ കൺഫ്യൂസ് ആവാൻ പാടില്ല. ദിസ് ഈസ് വാട്ടർ വാസ്കുലാർ സിസ്റ്റം ആൻഡ് ഫൈലം പോറിഫെറ വാട്ടർ കനാൽ ഓർ ട്രാൻസ്പോർട്ട് സിസ്റ്റം. സോ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. അതർ ഫീച്ചേഴ്സ് ആർ എക്സ്ക്രീറ്ററി സിസ്റ്റം ഈസ് ആബ്സെന്റ്. എക്സ്ക്രീറ്ററി സിസ്റ്റം ഇല്ല. ആൻഡ് ദേ ആർ ഡൈഷ്യസ്. ഡൈഷ്യസ് മീൻസ് സെക്സസ് ആർ സെപ്പറേറ്റ്. മെയിൽ ആൻഡ് ഫീമെയിൽ ഡിഫറെൻ്റ് ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണ്. ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് വിത്ത് ഫ്രീ സ്വിമ്മിംഗ് ലാർവ. ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റ് ആണ്. ലാർവൽ സ്റ്റേജസ് പ്രസന്റ്. And next last phylum under non-chordata is phylum Hemichordata. Hemichordata was earlier considered as a subphylum under phylum Chordata. Why? Hemichordata നേരത്തെ ഫൈലം കോർഡേറ്റന്റെ കീഴിലുള്ള ഒരു സബ് ഫൈലം ആയിരുന്നു. പിന്നീടാണ് അത് നോൺ കോർഡേറ്റയിൽ ഇൻക്ലൂഡ് ചെയ്തത്. വാട്ട് ഈസ് ദ റീസൺ? They have a rudimentary structure in the collar region called stomachode, a structure similar to notochord. ഈ ഫൈലത്തിൽ ഉൾപ്പെടുന്ന ഓർഗാനിസംസിന് അതിൻ്റെ കോളർ റീജിയണിൽ നോട്ടോകോഡിനെ പോലെ തന്നെ തോന്നിക്കുന്ന സ്റ്റോമോകോഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ആദ്യം ഫൈലം കോർഡേറ്റയിൽ ഇൻക്ലൂഡ് ചെയ്തത്. പിന്നീട് അത് ഫൈലം നോൺ കോർഡേറ്റയിലേക്ക് ചേഞ്ച് ചെയ്തു. എക്സാമ്പിൾസ് ഓഫ് ദിസ് ഫൈലം ഇൻക്ലൂഡ് ബലനോഗ്ലോസസ് ആൻഡ് സാക്കോഗ്ലോസസ്. ആൻഡ് അതർ ബേസിക് ക്യാരക്ടേഴ്സ് ആർ ബൈലാറ്ററലി സിമെട്രിക്കൽ ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ്, coelomate and organ system level of organization. ഈ ഫൈലത്തിന്റെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഫീച്ചർ ആണ് പ്രസൻസ് ഓഫ് പ്രൊബോസിസ് ഗ്ലാൻഡ്. ഫംഗ്ഷൻ എക്സ്ക്രീറ്ററി ഓർഗൻ. സോ പ്രൊബോസിസ് ഗ്ലാൻഡ് ഹെൽപ്സ് ഇൻ എക്സ്ക്രീഷൻ. അതർ ഫീച്ചേഴ്സ് ആർ വേം ലൈക്ക് മെറൈൻ ഓർഗാനിസംസ്. വേമിനെ പോലുള്ള മെറൈൻ ഓർഗാനിസംസ് ആണ്. ബോഡി സിലിണ്ട്രിക്കൽ വിത്ത് ആൻറ്റീരിയർ പ്രൊബോസിസ്, എ കോളർ ആൻഡ് എ ലോങ് ട്രങ്ക്. ഏതൊക്കെ ബോഡി പാർട്സ് കാണാം? പ്രൊബോസിസ്, a collar and a long trunk. Circulatory system open type ആണ്. And respiration is with the help of gills. And they are dioecious organisms. Male and female distinct ആണ്. Sexes are separate. Fertilization external. Development is indirect. Larval stage is present. Example for Hemichordata, that is Balanoglossus. ഈ ഓർഗാനിസത്തിന്റെ പേര് ബലനോഗ്ലോസസ് എന്നാണ്. ഇതിന്റെ ബോഡി നോക്കിയാൽ മനസ്സിലാക്കാം വേം ലൈക്ക് ഓർഗാനിസം ആണ്. ആൻഡ് ബോഡി പാർട്സ് ആർ പ്രൊബോസിസ് ആൻഡ് നെക്സ്റ്റ് പാർട്ട് കോളർ ആൻഡ് ട്രങ്ക്.